മേഖലയിലെ സാമ്രാജ്യത്വ ശക്തികളുടെ വെല്ലുവിളികളെ അതിജീവിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ആദർശങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു നവയുഗത്തിലേക്കാണ് ഇറാൻ ചുവടുവയ്ക്കുന്നത്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ തണലിൽ വളരുകയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ വിശ്വസ്തനായി മാറുകയും ചെയ്ത മുജിത്തബ ഖമേനി, രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും കാത്തുസൂക്ഷിക്കാൻ കെൽപ്പുള്ള കരുത്തുറ്റ നേതൃത്വമായാണ് വിലയിരുത്തപ്പെടുന്നത്. സയണിസ്റ്റ് അമേരിക്കൻ അച്ചുതണ്ടിന്റെ ഭീഷണികൾക്ക് മുന്നിൽ പതറാത്ത പ്രതിരോധം തീർക്കാനും വിപ്ലവാനന്തര ഇറാന്റെ തനിമ നിലനിർത്തിക്കൊണ്ടുതന്നെ ആധുനിക വെല്ലുവിളികളെ നേരിടാനും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന് സാധിക്കുമെന്ന് രാജ്യം വിശ്വസിക്കുന്നു. പ്രതിസന്ധികളിൽ തളരാത്ത ഇറാന്റെ ഇച്ഛാശക്തിയുടെ പ്രതീകമായി മോജിതബയുടെ ഉദയം മിഡിൽ ഈസ്റ്റിലെ പ്രതിരോധ നിരയ്ക്ക് പുത്തൻ ഊർജ്ജം പകരുമെന്നുറപ്പാണ്. 1969-ൽ ഇറാന്റെ ആത്മീയ കേന്ദ്രമായ മഷ്ഹദിൽ ജനിച്ച മുജിത്തബ ഖമേനി കേവലം ഒരു നേതാവിന്റെ മകൻ എന്നതിലുപരി വിപ്ലവാനന്തര ഇറാന്റെ രാഷ്ട്രീയ പരിണാമത്തിന്റെ ജീവിക്കുന്ന സാക്ഷിയാണ്. 1980കളിൽ കൗമാരപ്രായത്തിൽ തന്നെ ഇസ്ലാമിക് മിലിറ്ററിയിൽ ചേർന്ന അദ്ദേഹം രക്തരൂക്ഷിതമായ ഇറാൻ-ഇറാഖ് യുദ്ധഭൂമിയിൽ ഹബീബ് ബറ്റാലിയനിൽ നേരിട്ട് പോരാടിയത് അദ്ദേഹത്തിന് സൈന്യത്തിനുള്ളിൽ വലിയ ബഹുമാനം നേടിക്കൊടുത്തു. ഈ യുദ്ധകാലത്താണ് ഇറാന്റെ സുരക്ഷാ സംവിധാനത്തിലെ ഇന്നത്തെ പ്രമുഖരുമായി അദ്ദേഹം ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കുന്നത്. യുദ്ധാനന്തരം ഖോമിലെ പ്രശസ്തമായ സെമിനാരികളിൽ തങ്ങി ലോകപ്രശസ്തരായ ആയത്തുള്ളമാരുടെ കീഴിൽ മതപഠനം പൂർത്തിയാക്കിയ അദ്ദേഹം ഒരു പുരോഹിതൻ എന്ന നിലയിൽ തന്റെ പാണ്ഡിത്യം തെളിയിച്ചു. ഔദ്യോഗികമായി ഒരു സർക്കാർ പദവിയും വഹിച്ചിട്ടില്ലെങ്കിലും പരമോന്നത നേതാവിന്റെ ഓഫീസായ ബൈത്ത്-ഇ-റഹ്ബാരി കേന്ദ്രീകരിച്ച് ഇറാന്റെ ആഭ്യന്തര വിദേശ നയങ്ങളിൽ മുജിത്തബ നിർണായക സ്വാധീനം ചെലുത്തി. പിതാവ് ആയത്തുള്ള അലി ഖമേനിക്കും സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനുമിടയിലെ ശക്തമായ കണ്ണിയായി അദ്ദേഹം പ്രവർത്തിച്ചു. 2005ലെയും 2009ലെയും വിവാദപരമായ തിരഞ്ഞെടുപ്പിൽ യാഥാസ്ഥിതിക വിഭാഗത്തെ ഏകോപിപ്പിക്കുന്നതിലും രാജ്യത്തെ സുരക്ഷാ ഇന്റലിജൻസ് വിഭാഗങ്ങളെ ശക്തിപ്പെടുത്തുന്നതിലും മോജിതബയുടെ അദൃശ്യഹസ്തങ്ങൾ പ്രധാന പങ്കുവഹിച്ചു. പ്രതിരോധ നിരയെ ശക്തിപ്പെടുത്തുന്നതിലും സൈനിക നയതന്ത്രം രൂപീകരിക്കുന്നതിലും അദ്ദേഹം കാട്ടിയ ദീർഘവീക്ഷണം ഇറാന്റെ വരുംകാലത്തെ ഏറ്റവും കരുത്തനായ സാരഥിയായി അദ്ദേഹത്തെ മാറ്റുന്നു. മുജിത്തബ ഖമേനിയുടെ സാമ്പത്തിക സാമ്രാജ്യം കേവലം ഊഹാപോഹങ്ങൾക്കപ്പുറം ഒരു സങ്കീർണമായ ആഗോള ശൃംഖലയാണെന്ന് അന്വേഷണാത്മക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഔദ്യോഗിക രേഖകളിൽ അദ്ദേഹത്തിന്റെ പേര് എവിടെയും പരാമർശിക്കപ്പെടുന്നില്ലെങ്കിലും ബ്ലൂംബർഗ് ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഏകദേശം 100 മില്യൺ പൗണ്ട്, ഏകദേശം 1229 കോടി രൂപ മൂല്യമുള്ള ആസ്തികൾ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലുള്ള നെറ്റ്വർക്കുകൾക്കുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ലണ്ടനിലെ അതിസമ്പന്നരുടെ താവളമായ ബില്യണയേഴ്സ് റോയിലെ നിക്ഷേപങ്ങളാണ്. ഇവിടെയുള്ള 11 അത്യാധുനിക പ്രോപ്പർട്ടികൾ മുജിത്തബയുടെ ബിനാമി ഇടപാടുകളുമായി നേരിട്ട് ബന്ധമുള്ളവയാണെന്ന് പറയപ്പെടുന്നു. ലണ്ടനു പുറമെ ദുബൈയിലെ എലൈറ്റ് ഡിസ്ട്രിക്റ്റുകളിലെ വില്ലകൾ, ഫ്രാങ്ക്ഫർട്ട് മുതൽ മല്ലോർക്ക വരെയുള്ള യൂറോപ്യൻ നഗരങ്ങളിലെ ഹൈ എൻഡ് ഹോട്ടലുകളും ഈ വിശാല പോർട്ട്ഫോളിയോയുടെ ഭാഗമാണ്. ഈ സാമ്പത്തിക ഇടപാടുകളുടെ പിന്നിലെ ബുദ്ധികേന്ദ്രമായി പ്രവർത്തിക്കുന്നത് പ്രമുഖ ഇറാനിയൻ വ്യവസായി അലി അൻസാരിയാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉപദ്രവമേർപ്പെടുത്തിയിരിക്കുന്ന അൻസാരിയെ മുജിത്തബയുടെ പ്രധാന അക്കൗണ്ട് ഹോൾഡർ എന്നാണ് വാഷിംഗ്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. UK, സ്വിറ്റ്സർലൻഡ്, ലിക്റ്റൻസ്റ്റൈൻ, UAE എന്നിവിടങ്ങളിലെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി അതീവ രഹസ്യമായാണ് പണമിടപാടുകൾ നടക്കുന്നത്. ഇതിനാവശ്യമായ ഭീമമായ തുകയുടെ ഉറവിടം പ്രധാനമായും ഇറാനിയൻ എണ്ണവിപണനത്തിൽ നിന്നുള്ള വരുമാനമാണെന്ന് ആരോപിക്കപ്പെടുന്നു. 2014ൽ ലണ്ടനിലെ നൈറ്റ്സ് ബ്രിഡ്ജിൽ 360 കോടി രൂപയ്ക്ക് വാങ്ങിയ വില്ലയും ഈ നിഗൂഢ ശൃംഖലയുടെ കരുത്തു വ്യക്തമാക്കുന്നു. അധികാരത്തിന്റെ തണലിൽ കെട്ടിപ്പടുത്ത ഈ സാമ്പത്തിക ശക്തിയാണ് ഇറാന്റെ രാഷ്ട്രീയത്തിൽ സൈന്യത്തിനൊപ്പം തന്നെ മുജിത്തബയ്ക്ക് അനിഷേധ്യമായ സ്ഥാനം ഉറപ്പാക്കുന്നത്. ഇറാന്റെ തെരുവുകളിൽ വിപ്ലവത്തിന്റെ കാവൽക്കാരായി അറിയപ്പെടുന്ന ബാസിജ് മിലീഷ്യയെ നിയന്ത്രിക്കുന്നതിലും ആധുനികവൽക്കരിക്കുന്നതിലും മുജിത്തബ ഖമേനി വഹിച്ച പങ്ക് സമാനതകളില്ലാത്തതാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കീഴിലുള്ള ഈ സിവിലിയൻ സന്നദ്ധസേനയെ കേവലം ഒരു പ്രതിരോധ നിര എന്നതിലുപരി ഭരണകൂടത്തിന്റെ നിലനിൽപ്പിനു ഭീഷണിയാകുന്ന ഏതൊരു ആഭ്യന്തര നീക്കത്തെയും അടിച്ചമർത്താൻ പ്രാപ്തിയുള്ള ഒരു സജ്ജമായ സൈന്യമായി അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തു. 2009ലെ വിവാദപരമായ തിരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ ഗ്രീൻ മൂവ്മെന്റ് പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിൽ ബാസിജ് സേനയെ മുന്നിൽ നിന്ന് നയിച്ചത് മുജിത്തബയുടെ നേരിട്ടുള്ള നിർദ്ദേശങ്ങളായിരുന്നുവെന്ന് പാശ്ചാത്യ ഇന്റലിജൻസ് ഏജൻസികൾ വിലയിരുത്തുന്നു. രാജ്യത്തെ
രാജ്യത്തെ ദശലക്ഷക്കണക്കിനു വരുന്ന ബാസിജ് അംഗങ്ങൾക്കിടയിൽ മുജിതബയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യത പൗരന്മാരുടെ നിത്യജീവിതത്തിലും മതപരമായ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലും അദ്ദേഹത്തിനുള്ള സ്വാധീനം വ്യക്തമാക്കുന്നു. മുജിതബ അധികാരത്തിന്റെ ഉന്നത ശ്രേണിയിലെത്തുമ്പോൾ ബാസിജ് സേനയ്ക്ക് കൂടുതൽ സാമ്പത്തികവും സൈനികവുമായ സ്വയം ഭരണാധികാരം ലഭിക്കുമെന്നാണ് സൂചനകൾ. സൈബർ യുദ്ധമുറകളിലും ആധുനിക നിരീക്ഷണ സംവിധാനങ്ങളിലും ബാസിജ് അംഗങ്ങൾക്ക് പ്രശിക്ഷണം നൽകുന്നതിൽ മുജിതബ പ്രത്യേക താൽപര്യം കാണിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയിലുമുള്ള ബാസിജ് ഓഫീസുകൾ വഴി ജനകീയ അടിത്തറ ഉറപ്പാക്കാനും അതേസമയം തന്നെ വിപ്ലവവിരുദ്ധർക്കെതിരെ അതിശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്താനും അദ്ദേഹത്തിന് സാധിക്കുന്നു. മതസദാചാര പോലീസിംഗിലും മറ്റും ഈ സേനയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിലൂടെ ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ നയങ്ങളിൽ മുജിതബയുടെ ഹാർഡ് ലൈൻ നിലപാടുകൾ കൂടുതൽ പ്രതിഫലിക്കും. തന്റെ പിതാവിനെപ്പോലെ തന്നെ കർക്കശനായ ഒരു തന്ത്രജ്ഞനെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുമ്പോൾ അത് സയനിസ്റ്റ് ശക്തികൾക്ക് വ്യക്തമായൊരു താക്കീതുകൂടിയാണ്. റവല്യൂഷണറി ഗാർഡിന്റെ ഉരുക്കുമുഷ്ടിയും ലക്ഷക്കണക്കിന് വരുന്ന വിപ്ലവവിശ്വാസികളുടെ ആത്മവീര്യവും അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കുന്നു. മുജിതബ ഖമേനി കേവലം ഒരു ആഭ്യന്തര സുരക്ഷാ വിദഗ്ധൻ മാത്രമല്ല, മറിച്ച് മിഡിൽ ഈസ്റ്റിലെയും ആഗോളതലത്തിലുമുള്ള സങ്കീർണമായ നയതന്ത്ര നീക്കങ്ങളെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഒരു മികച്ച തന്ത്രജ്ഞനും കൂടിയാണ്. പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഇറാൻ-സൗദി അറേബ്യ ശത്രുത അവസാനിപ്പിക്കുന്നതിലും ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനും പിന്നിൽ മുജിതബയുടെ സൈലന്റ് ഡിപ്ലോമസി വലിയ പങ്കുവഹിച്ചു. ചൈനയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾക്ക് ഇറാനിയൻ സുരക്ഷാ കൗൺസിലിന്റെ പച്ചക്കൊടി ഉറപ്പാക്കുന്നതിൽ മുജിതബ നിർണായക പങ്കുവഹിച്ചു. ഇത് മേഖലയിൽ അമേരിക്കൻ സ്വാധീനം കുറയ്ക്കുന്നതിനും ഇറാന്റെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും സഹായകമായി. അതിലുപരിയായി റഷ്യയുമായുള്ള ഇറാന്റെ സൈനിക സഹകരണം ഒരു പുതിയ തലത്തിലേക്കുയർത്തുന്നതിൽ മുജിതബയുടെ ഇടപെടലുകൾ ദൃശ്യമാണ്. യുക്രൈൻ യുദ്ധ സാഹചര്യത്തിൽ റഷ്യയ്ക്ക് ഷാഹേദ് ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധ സാങ്കേതിക വിദ്യകൾ കൈമാറുന്നതിനുള്ള കരാറുകൾക്ക് മുജിതബയുടെയും IRGC നേതൃത്വത്തിന്റെയും വ്യക്തമായ താൽപ്പര്യങ്ങളുണ്ട്. ഈ പ്രതിരോധ പങ്കാളിത്തം ഇറാന് റഷ്യയിൽ നിന്ന് നൂതനമായ യുദ്ധവിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ലഭ്യമാക്കുന്നതിലേക്ക് നയിച്ചു. പശ്ചാത്യ ഉപദ്രവങ്ങളെ മറികടക്കാൻ കിഴക്കൻ ശക്തികളുമായി റഷ്യ, ചൈന ഒരു സഖ്യം രൂപീകരിക്കുന്ന ലുക്ക് ടു ദ ഈസ്റ്റ് നയത്തിന്റെ പ്രധാന വക്താവാണ് അദ്ദേഹം. ഇസ്രയേലിന്റെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും നീക്കങ്ങളെ മുൻകൂട്ടി കണ്ട് പ്രതിരോധ നിരയെ ആഗോളതലത്തിൽ ശക്തിപ്പെടുത്തുന്നതിലൂടെ മുജിതബ തന്റെ നയതന്ത്ര പാടവം തെളിയിച്ചു കഴിഞ്ഞു. ഒരു പുതിയ ലോകക്രമത്തിൽ ഇറാന്റെ സ്ഥാനം ഉറപ്പിക്കാൻ കെൽപ്പുള്ള ഒരാഗോള നേതാവായി അദ്ദേഹം മാറുകയാണ്. ഇറാന്റെ അധികാരസിംഹാസനത്തിലേക്ക് മുജിതബയുടെ പ്രവേശനം വെറുമൊരു ഭരണമാറ്റം മാത്രമല്ല, മറിച്ച് പ്രതിരോധത്തിന്റെ പുതിയൊരധ്യായത്തിന്റെ തുടക്കമാണ്. അടുത്തിടെയുണ്ടായ ഇസ്രയേൽ-അമേരിക്ക വ്യോമാക്രമണത്തിൽ തന്റെ പങ്കാളി സഹ്റ ഹദ്ദാദ് അദേലിയെ നഷ്ടമായത് മുജിതബയുടെ രാഷ്ട്രീയ നിലപാടുകളെ വ്യക്തിപരമായ തലത്തിൽ കൂടി കൂടുതൽ കടുപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. ഈ രക്തസാക്ഷിത്വം പശ്ചാത്യ അധിനിവേശ ശക്തികളോടുള്ള അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനത്തിന് മൂർച്ച കൂട്ടുമെന്നതിൽ സംശയമില്ല. തന്റെ പിതാവിനെപ്പോലെ തന്നെ കർക്കശനായ ഒരു തന്ത്രജ്ഞനെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുമ്പോൾ അത് സയനിസ്റ്റ് ശക്തികൾക്ക് വ്യക്തമായൊരു താക്കീതുകൂടിയാണ്. റവല്യൂഷണറി ഗാർഡിന്റെ ഉരുക്കുമുഷ്ടിയും ലക്ഷക്കണക്കിന് വരുന്ന വിപ്ലവവിശ്വാസികളുടെ ആത്മവീര്യവും അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കുന്നു. ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവിലാണ് ഈ അധികാരലബ്ധി സംഭവിക്കുന്നത്. ഉപദ്രവങ്ങൾ മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധികളും ആഭ്യന്തര വെല്ലുവിളികളും നിലനിൽക്കുമ്പോഴും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ മുജിതബ പോലെ സൈനിക തന്ത്രാത്മക അറിവുള്ള ഒരു നേതാവ് അനിവാര്യമാണെന്ന് ഭൂരിഭാഗം ഭരണകൂട വൃത്തങ്ങളും വിശ്വസിക്കുന്നു. സമാധാനത്തിന്റെ വഴികളേക്കാൾ പ്രതിരോധത്തിന്റെ കരുത്തിൽ വിശ്വസിക്കുന്ന മുജിതബ മിഡിൽ ഈസ്റ്റിലെ പ്രതിരോധ നിരയെ കൂടുതൽ കരുത്തുറ്റതാക്കി